നിങ്ങളിങ്ങനെ മൂടി പിടിച്ച് പുതപ്പൊക്കെ മൂടി അങ്ങനെ കിടക്കുന്നവരാണോ? അതായത് മടി പിടിച്ചിങ്ങനെ കിടക്കുന്നവരാണോ? അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ റൂമിലിരുന്ന് നിങ്ങളുടേതായ ലോകത്ത് ജീവിക്കുന്നവരാണോ? രണ്ട് കൂട്ടരാണെങ്കിലും നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയും ഉണ്ടാവും നിങ്ങൾ ചെയ്യുന്ന കാര്യം മോശമാണെന്നല്ലേ. കാരണം എല്ലാവരും പറയും നീ ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണോ, എന്തെങ്കിലും ചെയ്യേ, പഠിക്കുകയോ വായിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ ഉമ്മയോ ഉപ്പയോ ഒക്കെ പറയുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളൊരു തോട്ട് ഉണ്ടാവും ഈ ചെയ്യുന്ന തെറ്റാണ്, പക്ഷേ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവം, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ മടി പിടിച്ച് അങ്ങനെ ഇരിക്കും. പക്ഷേ ഉണ്ടല്ലോ മക്കളെ, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, നല്ലൊരു കാര്യമാണ്. മടി പിടിച്ചിരിക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. എങ്ങനെ അതിനെ യൂസ്ഫുൾ ആക്കാം, അതായത് നിങ്ങളുടെ ഈ മടിയെ നിങ്ങൾക്ക് അനുകൂലമാക്കിയിട്ട് എങ്ങനെ മാറ്റാം എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. കൂടാതെ ഒറ്റപ്പെട്ടിരിക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കും, അതായത് ഒരിത്തിരി നേരം പോലും വായ അടിച്ചിരിക്കാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ ഒറ്റക്കൊന്നിരുന്ന് കുറച്ച് നേരം സ്വന്തം ചിന്തകളിലോട്ട് മുഴുകാൻ പറ്റാത്തവർ, എന്നെയൊക്കെ പോലെ കേട്ടോ. ഞാൻ പണ്ടൊക്കെ പഠിച്ചിരുന്ന കാലത്തൊക്കെ മടിയൊക്കെ പിടിച്ച് റൂമിലൊക്കെ ഇങ്ങനെ കിടക്കാനൊക്കെ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ പിന്നീട് എപ്പോഴോ ഞാൻ കല്യാണം കഴിഞ്ഞു, പിന്നെ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയി, എപ്പോഴോ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിലോട്ട് വന്നതിന് ശേഷം എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരിക്കും. ഈ ഒറ്റപ്പെട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ സമയത്ത് ഈ ഫോൺ പറഞ്ഞ ആളുണ്ടാവാൻ പാടില്ല കേട്ടോ, അയാളില്ലാതെ. കാരണം ഫോൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഹ്യൂജ് എമൗണ്ട് ഓഫ് നോളജും എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്ന സ്ഥലം അല്ലേ. ഒരുപാട് ആളുകളാണ് നമ്മൾ ചുറ്റുമുള്ളത്. അതുകൊണ്ട് മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് നിങ്ങളും നിങ്ങളെ മൈൻഡും മാത്രമായിട്ട് ഇരിക്കുന്ന ആ ഒരു സമയം ഉണ്ടാക്കിയെടുക്കുക പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ ഞാൻ ഇപ്പം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇനിയും ഒറ്റപ്പെട്ടിരിക്കാത്തവർ, മടി പിടിച്ചിരിക്കാത്തവർ, സ്വന്തത്തിനോട് സംസാരിക്കാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. കാരണം ഈ ഒരു ഓരോ കുഞ്ഞു കുഞ്ഞു പോയിന്റ് നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ അല്ലേ. അപ്പോൾ എൻജോയ് ചെയ്ത് അത് നിങ്ങളിലോട്ട് പറയുമ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവും. എനിക്കും എൻ്റെ ഓരോ സ്റ്റേജ് ഓഫ് ചേഞ്ചസ് ഉണ്ടല്ലോ, അതിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ച പോലെ ആയിരിക്കും ഓരോ വീഡിയോസും. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ കണ്ണാടിൻ്റെ മുന്നിൽ പോയി ഇങ്ങനെ സംസാരിക്കാം. ഞാനും എൻ്റെ മൈൻഡ് കണ്ണാടിയൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണാടിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഞാൻ പറയാം, വെറുതെ ഒരു പോസിറ്റീവ് അഫർമേഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ യൂട്യൂബിലൊക്കെ ഓരോന്ന് കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതുപോലെ പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നീ പൂർണ്ണമാണ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നീ പൂർണ്ണമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ മനസ്സിൽ നിന്ന് എനിക്കൊരു ചോദ്യം വരികയാണ്, അപ്പോൾ നിനക്ക് കയ്യോ കാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിലോ? അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ സ്റ്റെക്കായി പോയി. അപ്പോൾ പൂർണ്ണത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അവയവമാണ് എന്നുള്ളൊരു തോട്ടാണല്ലോ. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് അതിനൊരു മറുപടി കിട്ടി. ആ മറുപടി ഇങ്ങനെയായിരുന്നു, എന്താ വെച്ചാൽ കയ്യും കാലും ഇല്ലെങ്കിൽ എന്താ, അങ്ങനെ ഞാൻ പൂർണ്ണയാണ്. അപ്പോൾ അതായത് ഇപ്പോൾ മങ്കിനെ അള്ളാഹു പഠിച്ചു, അല്ലെങ്കിൽ ദൈവം പഠിച്ചു, ഈ നമ്മളെ സൃഷ്ടാവ് പഠിച്ചു. മങ്കിക്ക് വാലുണ്ട്, നമ്മളെയും പഠിച്ചു, നമുക്ക് വാല് തന്നില്ല, നമ്മളെ പോരായ്മയാണ്. അതുപോലെ ഓരോ ജീവികളും വ്യത്യസ്തരാണ്. നമ്മളെന്തിനാ മറ്റ് മനുഷ്യരെ കൊണ്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നത്? നമ്മൾ ശരിക്കും കമ്പയർ ചെയ്യണം. നമ്മളെങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്? നമ്മളെ കുട്ടികളൊക്കെ എങ്ങനെ കമ്പയർ ചെയ്യാം? ആ കുട്ടീനെ കണ്ടു പഠിക്കുക, ഈ കുട്ടീനെ പഠിക്കുക, ആ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് ആണ്, ഈ കുട്ടിക്ക് സെക്കൻഡ് റാങ്ക് ആണ്, നീ എന്താണ് ഇങ്ങനെ, നിന്നെ പോലെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടീനെ കണ്ടിട്ടില്ല, അങ്ങനെ പറയില്ലേ. ചില ഉമ്മമാർ പറയും, നീ ഒന്നൊരു പണിയെടുക്കൂല, അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടി നന്നായിട്ട് പണിയെടുക്കും, നീ ഒറ്റ പണിയെടുക്കൂല. ഏകദേശം എല്ലാ ഉമ്മമാരും പറയും. അപ്പുറത്തെ വീട്ടിലത്തെ ഉമ്മയും പറയുന്നുണ്ടാവും, നിന്നെ പോലെയല്ല, അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടി നന്നായിട്ട് പഠിക്കും, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരിക്കും. അങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുന്നതിന് പകരം നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മളോട് തന്നെയാണ്. അതായത് നമ്മളെ എന്താ പറയുക, ഭൂതകാലം, നമ്മൾ കഴിഞ്ഞു പോയ ദിവസം, ആ ഒരു ദിവസത്തിനേക്കാളും ഒരു പടി ബെറ്ററാണോ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ്? അപ്പോൾ എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ടൈം നമ്മളെ ഭാവി എന്ത് ചെയ്യും, കുറച്ചുകൂടെ ബെറ്റർ ആവും അല്ലേ. ഓരോ ദിവസവും നമ്മൾ ബെറ്ററാക്കി നമ്മളിങ്ങനെ ബെറ്ററാക്കി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മളെ പാസ്റ്റിനെ കൊണ്ട് നമ്മളെ കമ്പയർ ചെയ്യുക, അല്ലാതെ നമ്മളെ ചുറ്റുമുള്ള ആളുകളായിട്ട് നമ്മളെ കമ്പയർ ചെയ്യേണ്ട ആവശ്യം എന്താ? സോ എനിക്കിപ്പോൾ കാലില്ലെങ്കിൽ എന്നെ അങ്ങനെയാണ് എൻ്റെ സൃഷ്ടാവ് സെറ്റ് ചെയ്തത്. സോ ഞാൻ അങ്ങനെയാണ്, ആ ഒരു രൂപത്തിൽ ഞാൻ പൂർണ്ണയാണ്, ആ രൂപത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റും, എനിക്ക് ശ്വസിക്കാൻ പറ്റും, എൻ്റെ കൈകൾ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ലൈഫിനെ ഈസിയാക്കി എടുക്കാൻ പറ്റും അല്ലേ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതുപോലെ നമ്മളെ മനസ്സിനോട് ഇപ്പം എനിക്ക് കിട്ടിയ ആ ഒരു ഉണർവുണ്ടല്ലോ, ആ ഒരു തോട്ട്, അതുപോലെ നിങ്ങളെ മനസ്സിനോട് ചോദിച്ചു നോക്ക്. ഒന്നുമില്ലെങ്കിൽ വെറുതെ കിടക്കുമ്പോൾ നിങ്ങളൊന്ന് സ്വപ്നം കാണുക,
ഒരു മാനിഫെസ്റ്റ് ചെയ്യുക. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളെ ലൈഫ് ഇങ്ങനെ എന്നും ഇങ്ങനെ പുതച്ച് കിടന്നാൽ മതിയോ? ഒരു ഡെസ്റ്റിനി സെറ്റ് ചെയ്യണം അല്ലേ? എൻ്റെ ലൈഫ് അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകണം. എനിക്ക് എൻ്റെ നമ്മളെ ഈ സോളിന് ഈ ഒരു ശരീരം കിട്ടിയില്ലേ, അതിൻ്റെ ചുറ്റും ഒരുപാട് ആളുകളുണ്ടായി. ആ ഒരു ശരീരത്തിന് ചുറ്റും ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ അതിനെങ്ങനെ മനോഹരമാക്കണം, എങ്ങനെ മനോഹരമാക്കുമ്പോഴാണ് എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുക. എൻ്റെ ഉള്ളിൽ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ടല്ലോ അല്ലേ, അതിനെങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കില്ല, അവർ ചിലപ്പം ഡിപ്രഷനിലോട്ടൊക്കെ പോകും. ആരുമില്ല എന്നുള്ള തോട്ട്. എന്തിനാ ബാക്കിയുള്ളവർ? നമുക്ക് നമ്മൾ പോരെ. ഇനി നമ്മളെ സ്നേഹിച്ച് നമ്മൾ പുറത്തോട്ടൊന്ന് ഇറങ്ങി വെക്ക്. അപ്പം നമുക്ക് 1-2 ആൾക്കാരായിട്ട് നമ്മളെ ചുറ്റും ഇങ്ങനെ വരും. നമ്മളിങ്ങനെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ആരും ഉണ്ടാവില്ല അല്ലേ? ഉള്ളിലിരുന്ന് റൂമിൽ അടച്ചിരുന്ന് നമുക്ക് ആരും ഉണ്ടാവില്ല. അപ്പം ഒറ്റയ്ക്ക് ഇരിക്കണം, നമ്മളെ മൈൻഡിനോട് സംസാരിക്കണം. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നല്ലൊരു പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നമ്മളെ ഉള്ളിലോട്ട് ഒരുപാട് തോട്ടുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇനി മടിയന്മാർ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ക്വാളിറ്റിയാണ്. അത് നിങ്ങൾ ഉപയോഗപ്രദമാക്കണം. വെറുതെ ഇരുന്ന് അങ്ങനെ കാലങ്ങളോളം കെടുക്കുക എന്നല്ല. ആ ഉപയോഗപ്രദമാക്കുമ്പോൾ നിങ്ങൾ ആ ഉള്ളിലോട്ട് ആഗ്രഹങ്ങളും കാര്യങ്ങളും, പണ്ടൊക്കെ പറയൂലേ, സൂക്ഷിച്ച് സംസാരിക്കണം അല്ലേ, മൂത്തവരോട് ഇങ്ങനെ സംസാരിക്കണം, സൂക്ഷിച്ച് സംസാരിക്കണം, ആളുകളെ എങ്ങനെ ഇതാക്കണം. ഇപ്പോഴത്തെ ആളുകൾ നേരെ തലകുത്തനെയാണ്. സൂക്ഷിച്ച് ചിന്തിക്കണം. നമ്മൾ നല്ല സൂക്ഷിച്ച് ചിന്തിച്ചാൽ നമുക്കൊരു എന്താ പറയുക, നമ്മൾ ഉറക്കം കെടുത്തുന്ന രീതിക്ക് നമ്മളൊരു സ്വപ്നം കണ്ടാൽ, ഒരു ടെസ്റ്റിന് സെറ്റ് ചെയ്താൽ അങ്ങനെ കെടുക്കാൻ കഴിയുമോ? കെടുക്കാൻ കഴിയുമോ? ഇല്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി എണീക്കും. നമ്മൾ അവിടുന്ന് എണീക്കും, നമ്മൾ പ്രവർത്തിക്കും, നമ്മൾ അവിടെ എത്തും. നമ്മളെ പ്രപഞ്ചം തന്നെ ലോ ഓഫ് അട്രാക്ഷൻ അതിങ്ങനെ നമ്മളിലോട്ട് എത്തിക്കും, നമ്മളെ അങ്ങോട്ട് എത്തിക്കും. നമ്മൾ ആ ഒരു ആഗ്രഹം കൊണ്ട് അങ്ങോട്ട് എണീറ്റ് പോവും. സോ ഒറ്റയ്ക്കിരിക്കണം, ഒറ്റയ്ക്ക് ചിന്തിക്കണം. ഒറ്റയ്ക്ക് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എണീറ്റ് നടന്നോളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ്.